എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടാകുന്നത്. അപ്പോൾ രാവിലെ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് കൈ പൊള്ളാതെയൊക്കെ തന്നെ വേഗം കുഴച്ചൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് വളരെയധികം ഉപകാരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത് കുറച്ച് നേരം തന്നെ ആയാലും നമ്മളൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് അതൊന്ന് വേഗണമല്ല ആ പൊടി, എന്നിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റാൻഡ് മിക്സറിലേക്ക് വെച്ചിട്ട് അതിനെ കുഴച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തടിത്തവി വെച്ചിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഞാനതവിടെ മൂടി വെച്ചിട്ട് പിന്നെ മറ്റുള്ള ക്ലീനിങ് വർക്കിലേക്കൊക്കെ പോയിട്ടാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ ഞാൻ ഇപ്പോൾ അങ്ങനെ ഡ്രസ്സ് ചെയ്തൊക്കെ നിൽക്കാത്തതുകൊണ്ട് ഞാൻ ക്ലീനിങ് ചെയ്യണതൊക്കെ ഒന്നും കാണിക്കാറില്ല കേട്ടോ. അത്രയും ചൂടാണ്. എല്ലാവർക്കും അത് തന്നെ നിങ്ങൾക്കറിയാം, എല്ലാവരും ചൂട് കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ചൂട് കുറവായിരുന്നു, ഇത്തവണ ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഡോഗുകൾ, പൂച്ചകൾ, ഇവരെല്ലാവരും, പിന്നെ മറ്റുള്ള നാൽക്കാലികൾ, പശു, ആട്, ഇതൊക്കെ പുറത്തല്ലേ നിൽക്കുക. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാ ജീവജാലങ്ങളും ആകെ കഷ്ടത്തിലാണ്, അത്രയും ചൂടാണ്. പിന്നെ നമ്മളുടെ റൂബിക്കുഞ്ഞിൻ്റെ കാര്യം നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല. ഇപ്പോൾ ഏതായാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല, മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ തന്നെ അവൾക്ക് നന്നായിട്ട് തന്നെ കുറഞ്ഞ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ചൂടിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞാനും ഇപ്പോൾ കൂടുതൽ ജോലികളൊന്നും ചെയ്യണില്ല, എങ്കിലും നമുക്ക് ക്ലീനിങ് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വേർത്തൊട്ടി നിന്നിട്ടായിരിക്കുള്ളൂ ഭൂരിഭാഗം ജോലികളും ചെയ്യണത്. അതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനില്ല. വീഡിയോ എടുക്കാനും നമുക്ക് തോന്നില്ല, എങ്ങനെയെങ്കിലും പണി ചെയ്ത് തീർക്കണമെന്നേ ഓർക്കുള്ളൂ. അങ്ങനെ കുറേ ജോലികളുണ്ടായിരുന്നു ഒരു ദിവസം ഇരുന്ന്. അപ്പോൾ ഒരുപാട് ജോലികളുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒട്ടും വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല. വേഗം ജോലികൾ തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ക്ലീനിങ് വർക്കൊക്കെ കുറേ ഉണ്ടായിരുന്നൊരു ദിവസമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നിട്ടാണ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നത് കേട്ടോ. കാരണം ശനിയാഴ്ച എനിക്ക് വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ കാലത്ത് വീഡിയോ വർക്ക് എല്ലാ ദിവസവും വീഡിയോ വർക്കായിരിക്കുള്ളൂ. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. നമ്മൾ ഇപ്പോൾ ബാത്റൂം ഡീപ്പ് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ശനിയാഴ്ച ആയിരിക്കുള്ളൂ പൂരുവ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ കുറേ ക്ലീനിങ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഇടിയപ്പത്തിൻ്റെ കാര്യത്തിൽ നിൽക്കുന്നത്. കാരണം കഴിക്കണത് ഏകദേശം ഒരു 9 മണി കഴിയുമ്പോഴൊക്കെയാണ് കഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് പപ്പയാണെന്നുണ്ടെങ്കിലും പപ്പയുടെ ഫ്രണ്ട് വരുന്നതുകൊണ്ട് തന്നെ അത് വന്നിട്ട് പോട്ടെ, എന്നിട്ട് കഴിക്കാനിരിക്കുക, അല്ലെങ്കിൽ കഴിക്കാനിരിക്കുമ്പോഴേക്കുള്ള പുള്ളി വരും, എല്ലാ ദിവസവും വരും. അപ്പോൾ അതുകൊണ്ടും പപ്പയും ലേറ്റായിട്ടൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ തീരുകയും ചെയ്യും. പിന്നെ ഇവിടെ തേങ്ങാപ്പാൽ തന്നെയാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും പിഴിഞ്ഞെടുത്ത് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് ഇളക്കി വെച്ച്. അപ്പോൾ ഈ ഇടിയപ്പത്തിൻ്റെ ഈ അരിപ്പൊടി അത്ര ഒരു നല്ലൊരു അരിപ്പൊടിയല്ല, ഭയങ്കര പശയാണ്. ഇടിയപ്പത്തിന് ശരിക്കും അധികം പശയുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, ഇടിയപ്പത്തിൻ്റെ ആ സ്ട്രിങ്സ് എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഒരു പെർഫെക്റ്റായിട്ട് തോന്നിയില്ല ഇടിയപ്പം കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഉച്ചക്കുള്ള കാര്യങ്ങളിലേക്ക് കടന്നേക്കണേണ്. അപ്പോൾ ഇന്ന് ഫ്രീസറിലുണ്ടായിരുന്ന ചിക്കൻ എല്ലാം പുറത്തെടുത്ത് ലെഗ് പീസും അതുപോലെ ബ്രസ്റ്റ് പീസും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ചിക്കൻ ലെഗ് പീസ് റൂബിക്കും, 2 ചിക്കൻ ലെഗ് പീസ് റയനും എന്നുള്ള കണക്കിന് ഞാനിതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. വേറെ വെക്കാനായിട്ട് മീനുകളുണ്ട്. നമ്മൾ നേരത്തെ മേടിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട്. എങ്കിലും റയന് ചിക്കൻ കറി വെക്കുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തി ഇല്ല, ചപ്പാത്തി ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷേ ഇല്ലേ ഈ ചൂടത്തിന് ചപ്പാത്തി കൂടി ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. കാരണം ചിക്കൻ കറി ചപ്പാത്തി അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചോറ് ഒട്ടുമില്ല, ചോറ് തീരെ ഇല്ലാത്തതുകൊണ്ട് ചോറ് വെക്കാതെ നിവർത്തിയില്ല. കുറച്ച് ചോറുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചോറ് വെക്കണ്ടാന്ന്, പിന്നെ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അപ്പൊക്കുള്ള ചോറുണ്ട്, അന്ന് ചപ്പാത്തി ആക്കാം. പക്ഷേ ഇവിടെ ഒട്ടും തന്നെ ചോറില്ല, അതുകൊണ്ട് ചോറ് വെക്കണം. പിന്നെ ഒരു ചപ്പാത്തിയും കൂടി ഉണ്ടാക്കൽ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചപ്പാത്തി വേണ്ട, ചോറ് തന്നെ ആക്കാം. ചോറും കഴിച്ചോളൂ, ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിച്ചോളൂ. അപ്പോൾ നമ്മുടെ ഇല്ലേ ഈ ചോപ്പറിൻ്റെ ലിങ്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റാൻഡ് മിക്സറിൻ്റെയും ഇതും പിന്നെ മുട്ട ബോയിൽ ചെയ്യണത് അതെല്ലാം കൂടി ഞാൻ മിക്കവാറും ഇപ്പോൾ വീഡിയോകളിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ അത് ചിലവർക്ക് നോക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം വീണ്ടും വീഡിയോൻ്റെ കീഴിൽ ഇതിൻ്റെ ലിങ്ക് ഇതാന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ടാഗ് ചെയ്ത് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ഇങ്ങനെ സൈഡിൽ
3 പ്രോഡക്ട്സ് എന്നൊക്കെ അല്ലെങ്കിൽ ഇപ്പം 5 പ്രോഡക്റ്റ് 5 പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് കാണിക്കാം, ലെഫ്റ്റ് സൈഡിൽ താഴെ ഭാഗമായിട്ട് കാണിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ആ ഒരു ലിങ്കുകളെല്ലാം അതിനകത്ത് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ആളുകൾ വീണ്ടും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പ്രത്യേകം പിന്നെ അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ലിങ്ക്. അപ്പോൾ ലിങ്ക് ഇട്ട് കൊടുക്കാനൊക്കെ എന്നെ സംബന്ധിച്ച് അതിന് പിന്നെയും കുറേ ടൈം എടുക്കുകയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാൽ പോലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഏതാണെന്ന് അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർ അത് വിട്ടുകളയും. എവിടെയാണാവോ എങ്ങനെയാണാവോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പോകുന്നത് എന്നുള്ളത് അറിയില്ല, അത് വിട്ടുകളയുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേണമെന്ന ഇതിങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയേ. മിക്ക വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, സവാള എല്ലാം ചോപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറിയും കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കുള്ളൂ. കാരണം അത്രയും പൊടി പോലെ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഇല്ലേ അത് വെന്ത് നല്ല കുറുകിയ ഒരു കറിയാകും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മളന്ന് ആ ചോപ്പറിൻ്റെ ആദ്യം കൊണ്ടുവന്ന ആ സമയത്ത് ചാർജ് ചെയ്തതല്ലാതെ പിന്നെ ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു ഈ ചോപ്പർ. അതുപോലെ തന്നെ സ്റ്റാൻഡ് മിക്സർ. പിന്നെ സ്റ്റാൻഡ് മിക്സർ ആവശ്യമൊന്നുമില്ല. ചപ്പാത്തി കുഴക്കാൻ വേണ്ടി 6000 രൂപയുടെ സ്റ്റാൻഡ് മിക്സർ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേക്ക് ഉണ്ടാക്കുന്നവർക്കാണ് കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ളത്. മുട്ടയൊക്കെ കുറേ അധികം ബീറ്റ് ചെയ്ത് പതപ്പിച്ച് പൊക്കിയൊക്കെ എടുക്കാൻ ഒക്കെ ആയിട്ട് അത് നല്ലൊരു സംഭവം തന്നെയാണ്. പക്ഷേ എനിക്കത് റിവ്യൂക്ക് കിട്ടിയതുകൊണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയില്ലേ, ഇത് ഇൻഡസ് വാലിയുടെ ചീനച്ചട്ടി. ഞാൻ ഇത് ഉപയോഗിക്കുമ്പോഴൊക്കെ പറയണമെന്ന് ഓർക്കും, പക്ഷേ ആ ഗ്യാപ്പ് കിട്ടൂല പറയാം. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു കടായിയാണ്. ഇൻഡസ് വാലി എനിക്ക് 5 വർഷം മുൻപ് തന്ന റിവ്യൂവിൻ്റെ ആ ഒരു സമയത്ത് തന്നതാണ് ഈ ഒരു കടായി. വലിയൊരു കടായിയാണ് ഈ കടായി. പിന്നെ അവരുടെ സൈറ്റിലില്ല, ആ ഒരു തവണ മാത്രമേ ആ കടായി കണ്ടിട്ടുള്ളൂ. ഈ ഒരു കടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിയാണ്. എല്ലാം ട്രൈപ്ലൈ ആണ് അവരുടെ കയ്യിലിരിക്കുന്നത് എങ്കിൽ തന്നെയും ഈ ഒരു കടായി ഹെവിയാണ്. ഒരു രീതിയിൽ നമുക്കിതിൻ്റെ അടിക്ക് പിടിക്കുകയോ ഒന്നുമില്ല, നല്ല വലിപ്പവുമുണ്ട്. അപ്പോൾ ഇത് ഞാനന്ന് കാണിച്ച സമയത്ത് കുറച്ച് പേര് ഈ കടായി മേടിച്ചിട്ടുണ്ട്. ആ കടായി മേടിച്ചവർക്കൊക്കെ അത് ശരിക്കും വളരെ ലാഭവുമാണ്, അതുപോലെ തന്നെ യൂസ്ഫുള്ളുമാണ്. എത്ര കാലപ്പിച്ചാലും പോകില്ല, ഇളക്കാനും എടുക്കാനും ഒക്കെ സ്പേസും ഉണ്ട്. അടിപൊളി കടായിയാണ്. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സാധനം അവർക്കില്ല. ഇതിൻ്റെ ചെറിയ കടായികളാണ് ഇനിയുള്ളതെല്ലാം. അപ്പോൾ അങ്ങനെ ഈ ഒരു കടായി എത്ര തന്നെ നമ്മൾ ആക്കിയാലും അടിക്ക് പിടിക്കല ഇപ്പോൾ കാണാൻ പറ്റില്ല, അടിക്ക് പിടിക്കല ഒന്നുമില്ല. നല്ല ഡീസൻ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണോണ്ട് നല്ല വെന്ത് ഇതിനോട് ചേർന്ന് കിട്ടും. ഈ ഒരു കറിയിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് ചിക്കനൊന്ന് പതിയൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിനകത്തേക്ക് മല്ലിപ്പൊടിയൊക്കെ കുറവാണ് ചേർത്തേക്കണത് കേട്ടോ. ഗരം മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടി അങ്ങനെയൊക്കെ ചേർത്തേക്കണത്. വളരെ കുറച്ച് മാത്രം പെരിഞ്ജീരകം അങ്ങനെയൊക്കെയാണ് ചേർത്തേക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മറിച്ച് കൊടുക്കണം, ഒന്ന് മൊരിയണം. ചിക്കൻ്റെ പുറം വശമൊക്കെ ഇല്ലേ, ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൊരിയണം. എന്നിട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഈ വഴറ്റി വരുമ്പോൾ ആ ഒരു സവാള നല്ല ബ്രൗൺ കളർ ആകുന്നതാണെങ്കിൽ കറിക്ക് നല്ല കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ പച്ച പോലെ കിടന്നു കഴിഞ്ഞാൽ വേറൊരു ഇതായിപ്പോൾ അതൊട്ടും തന്നെ കൊള്ളൂല. പിന്നെ കരിഞ്ഞും പോകരുത്. കരിഞ്ഞു പോയാലും ഈ പറഞ്ഞ പോലെ ചിക്കൻ കറിക്ക് കയ്പ്പ് രുചിയായിരിക്കുള്ളൂ ഉണ്ടാവുന്നത്. അപ്പോൾ കറിയിൽ ഒരു തക്കാളി മാത്രമേ ഇടാനുണ്ടായിരുന്നുള്ളൂ. 2 തക്കാളി ഉണ്ടെങ്കിൽ പ്യൂരിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയാൽ. ഇപ്പോൾ ഞാനധികം മല്ലിപ്പൊടിയൊന്നും ഇടാതെയാണ് ഉണ്ടാക്കിയേക്കണത്, എങ്കിലും അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ള കറി കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും തീരില്ല, നാളത്തേക്ക് കൂടി ഉണ്ടാവും. അപ്പോൾ അതേ ചോറൊക്കെ കഴിച്ചു, ഉച്ചക്കുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ മുകളിലേക്ക് വന്നിട്ട് റൂബിനെ എ സിയിൽ ഇരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. എ സിയിൽ 2 മണിക്കൂർ ഇരുന്നാലും അവളിങ്ങനെ കതച്ചുകൊണ്ടിരിക്കും. ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് അവളുടെ കതപ്പ് മാറുന്നത്. ആ നേരം കൊണ്ട് നമ്മൾ തണുത്ത് വിറക്കും, പക്ഷേ അവൾ എപ്പോഴും കതച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരു 2 മണിക്കൂർ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ സമാധാനമായിട്ട് അവിടെ ഇരിക്കും, ചൂട് പിന്നെ ഇല്ല. പക്ഷെ നമ്മളാണ് വേഗം തണുക്കണത്. റൂബി തണുക്കാൻ ഒരുപാട് ലേറ്റ് ആകുന്നുണ്ട്. അത്രയും ചൂട് അവർക്ക് സഹിക്കാൻ പറ്റുള്ളതാണ് കാര്യം. അപ്പോൾ ഞങ്ങൾ ഒരു സിനിമയും കണ്ടിട്ട് അങ്ങനെ ഇരിക്കണേന്ന് കേട്ടോ.
പപ്പ താഴ്ത്തുണ്ട് കേട്ടോ. പപ്പക്ക് അറിയാമല്ല റൂബിക്ക് വയ്യാത്തതുകൊണ്ട് നമ്മൾ ഉച്ചക്കൊക്കെ മുകളിൽ കയറി ഇരിക്കണേണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇവിടെ വന്നിരിക്കണത് കേട്ടോ. എങ്കിൽ തന്നെയും റൂബിക്ക് വേണ്ടി ഇതിനകത്ത് കയറി ഇരിക്കണേണ്. അങ്ങനെ നമ്മളെന്തെങ്കിലും ഒന്ന് കുറയ്ക്കാനായിട്ടൊന്നും ഇല്ല. അപ്പോൾ ബ്ലിങ്കിറ്റിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ ഓർഡർ ചെയ്ത് വരുത്തി. അപ്പോൾ ഒരു പാക്കറ്റ് ഇതിനകത്ത് മിസ്സിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പാക്കറ്റും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞ് വേറെ ഇതില്ലല്ലോ. അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അത് കിട്ടി. വേറെ ഒരു ലേസ് കൂടിയുണ്ട്, 2 ലേസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ റൂബിക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് റൂബിക്ക് ഒന്ന് ഹാപ്പി ആകട്ടെ എന്ന് വിചാരിച്ച് ജെർക്കിയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റൂബി ജെർക്കി, പിന്നെ എനിക്ക് സവാള തക്കാളിയൊക്കെ വേണമായിരുന്നു പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ അതുമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 സ്റ്റാറിൻ്റെ പാക്കറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. അപ്പോൾ അത് 25 ചെറിയ 5 സ്റ്റാറിൻ്റെ പാക്കറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പനീർ മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരാൻ നേരപ്പോഴത്തേക്ക് റയൻ പോയിട്ട് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ടത് അയ്യപ്പനും കോശിയും ആണ് കേട്ടോ. സിനിമയെ കണ്ടിട്ടില്ല. പിന്നെ ഇത് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് അത് കുറേ നാൾ മുമ്പുള്ള സിനിമയാണ്. എങ്കിലും ചില സിനിമകൾ ഇങ്ങനെ കാണണമെന്ന് അന്ന് വിചാരിച്ചിട്ട് കാണാതെ പോയ കൂട്ടത്തിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ആ അയ്യപ്പനും കോശിയാണ് കണ്ടത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു സിനിമ കണ്ട് തീർന്നിട്ടാണ് പിന്നെ താഴേക്ക് വന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസം പപ്പക്ക് കല്യാണമുള്ള ദിവസമായിരുന്നു കേട്ടോ. നമ്മളന്ന് കല്യാണത്തിന് പോയില്ലേ, ഞാനും പപ്പയും തലേദിവസത്തെ പരിപാടിക്ക് പോയില്ല. അതിൻ്റെ കല്യാണം ശനിയാഴ്ചയായിരുന്നു. അത് രാത്രി ആയതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, വൈപ്പിലായിരുന്നു. പപ്പയുടെ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ആരുടെയും വൈഫിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ബൈക്കിലൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പം ഞാനൊക്കെ പോകണമെങ്കിൽ ബൈക്കിൽ കയറിയില്ലല്ലോ. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ജങ്കാറിൽ കയറാനും പറ്റാതെയൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങോട്ട് ഒഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ പപ്പ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സിനിമ കാണുന്ന കൂട്ടത്തിൽ തന്നെ പപ്പ വന്നിട്ട് പറഞ്ഞ് ഞാൻ പോകണേട്ടാന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോന്നും പറഞ്ഞു. പപ്പ ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് പപ്പ പോയിക്കോളും, നമ്മൾ ചെന്ന് വിടയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ പപ്പ പോയി കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്കൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ ശനിയാഴ്ചത്തെ ദിവസത്തെ അത്രയും ഉണ്ടാകുന്നുള്ളൂ കാര്യങ്ങൾ കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഞാനും പപ്പയും പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഉച്ചക്കുള്ള അത്യാവശ്യം കറികളുണ്ടാക്കി. എനിക്കൊന്ന് പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പപ്പ ഇവിടെ റൂബിയുടെ കൂടെ ഉണ്ടാവും. ഞാനും റയനും ഗിൽഡയും കൂടിയിട്ടാണ് പോകാൻ പോണത്. നമ്മളുടെ ആദ്യത്തെ ഫസ്റ്റ് എന്താണ് കല്യാണ ഷോപ്പിംഗ് തുടക്കമാണ്. നമുക്കിനി പല പല സാധനങ്ങളും മേടിക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യിക്കാനും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രമേ അത് സെറ്റായി വരുള്ളൂ എന്ന് തോന്നുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോയത്. റെഡിമെയ്ഡ്സ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സാവധാനം എടുക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് നിൽക്കണത്. അപ്പോൾ രാവിലെ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വിശക്കും. ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്ക് വിശക്കാതിരിക്കാനാണ് ഞാൻ ആ 5 സ്റ്റാർ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടെയുള്ളവർക്കും കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് 25 പാക്കറ്റ് മേടിച്ചത്. അത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആണെങ്കിൽ നമുക്കത് എല്ലാവർക്കും ഓരോന്നും അങ്ങോട്ട് കഴിക്കാമല്ല എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് അതൊക്കെ ഞാൻ മേടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി ഷുഗറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ പെട്ടെന്ന് വിശക്കൂല. അപ്പോൾ അതൊക്കെ കണക്കാക്കിയാണ് ആ ചോക്ലേറ്റ്സ് മേടിച്ചത്. പിന്നെ പനീറും തക്കാളി ഇതെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സവാളയൊക്കെ ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതെല്ലാം തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ സാധാരണ സവാളയൊന്നും മേടിക്കാമല്ലോ, അത്യാവശ്യത്തിന് മാത്രമേ മേടിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ മേടിക്കാനുള്ള നേരമില്ല ഞായറാഴ്ച. അതുകൊണ്ട് പിന്നെ തലേദിവസം മേടിച്ചങ്ങനെ വെച്ച് പപ്പയും കല്യാണത്തിന് പോയല്ല അതുകൊണ്ട്. അപ്പോൾ അന്ന് ഈ പനീർ റോള് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതെനിക്ക് കഴിക്കാനും ഇഷ്ടമാണ്. പിന്നെ അത് നല്ലതായിട്ട് തന്നെ വിശക്കാതിരിക്കുകയും ചെയ്യും. നമുക്ക് പനീർ ഹെവിയാണല്ലോ, അതുപോലെ ചപ്പാത്തി. അപ്പോൾ അത് വിശക്കാതിരിക്കാൻ വേണ്ടി പനീർ റോൾ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഇത് വൈകുന്നേരത്തേക്ക് പപ്പക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്താൻ ലേറ്റ് ആയാൽ പപ്പക്കും വൈകുന്നേരം ഒരു പനീർ റോൾ എടുത്ത് കഴിക്കാം, ആ ഒരു കണക്കിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ പനീറിൻ്റെ അകത്ത് ഞാൻ ഇട്ടത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ അളവിൽ തന്നെ, ഗരം മസാല, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരിത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി, കസൂരി മേത്തി, തൈര്, ഉപ്പ് അതിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തി വേഗം കുഴച്ചെടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് മിക്സറിൽ തന്നെ വേഗം അത് കുഴച്ചെടുത്ത് ഇനി വേഗം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ആക്കിയെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു കടായി നേരത്തെ നമ്മൾ ചിക്കൻ കറി തലേ ദിവസം വെച്ച കടായി കഴുകി അകത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് അത് തന്നെ വീണ്ടും എടുത്ത്, അതുമല്ല ഇപ്പോൾ പനീറൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും അടുക്കി പിടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പനീറൊക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്തൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും അടുക്കി പിടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്ക് എടുക്കണം. ഇതിൽ ഒരു തരി പോലും അടുക്കി പിടിക്കില്ല കേട്ടോ. നോൺ സ്റ്റിക്കിനേലും
വളരെ അതിനേലും ഇത്തിരിയും കൂടി നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കണ പോലെ എനിക്ക് തോന്നും നമ്മൾ നോൺ സ്റ്റിക്കിനേലും. അപ്പോൾ അതുകൊണ്ട് ഈ കടായി തന്നെ എടുത്തിട്ടാണ്. അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ച തക്കാളി, സവാള, ക്യാപ്സിക്കം അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് സോസ്, ടൊമാറ്റോ സോസ് ഇടണമായിരുന്നു. പക്ഷേ ടൊമാറ്റോ സോസ് തീർന്നു പോയി, അത് മേടിക്കാനും മറന്നുപോയി. ആ പഴയതിൻ്റെ പാക്കറ്റാണെന്നുണ്ടെങ്കിൽ അത് തീർന്നിട്ട് അത് കളയുകയും ചെയ്താൽ നേരെ സൈഡ് വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിലും തുറന്ന് ഇത്തിരി എടുക്കാമായിരുന്നു ഞാൻ ഓർത്ത്. അതും കളഞ്ഞു പോയി. അപ്പോൾ ഇവിടെ നമ്മൾ റോജർ വന്നപ്പോഴത്തേക്കും രണ്ട് പ്രാവശ്യം ചിക്കിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും ഇവർ ഷവർമ അങ്ങനെ എന്തൊക്കെയും മേടിച്ചപ്പോഴത്തേക്ക് അതിനുമൊക്കെ സോസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി അവിടെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ റയന് ഒട്ടും ഇഷ്ടമല്ല ഞാൻ ഉപയോഗിക്കണത്. അത് നമ്മൾ ഉപയോഗിച്ചിട്ട് കളഞ്ഞേക്കണമെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് അതൊന്നും എടുക്കാൻ ഇഷ്ടമല്ല. എങ്കിലും നമ്മളുടെ മനസ്സനുവദിക്കും. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങൾ ഇതുപോലെ സോസിൻ്റെ പാക്കറ്റ്സൊക്കെ കളയാൻ നമുക്ക് തോന്നും. എങ്കിലും റയൻ കണ്ണി കണ്ടു കഴിഞ്ഞാൽ അപ്പം വേസ്റ്റിലെടുത്തിടും കേട്ടോ. അങ്ങനെയാണ്. ഇനി ഇതിവിടെ വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്, മമ്മി ഇത് എത്ര നാൾ കഴിഞ്ഞിട്ട് എടുക്കാൻ വെച്ചേക്കണേണ് അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ ഞാൻ അവനെ കാണാതെ വെച്ചിരുന്ന ഈ സോസ് ഇപ്പം എനിക്ക് ഉപകാരപ്പെട്ടു. 4-5 ഉള്ളൂ, ബാക്കിയെല്ലാം അവനെടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണ് സത്യം. അയ്യോ, ഒരു സാധനങ്ങളും ഇങ്ങനെ വെപ്പിക്കാൻ സമ്മതിക്കില്ല. റയൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. റയൻ അതൊക്കെ എടുത്ത് റയൻ തന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കും, നമ്മൾ ഇനി എടുക്കുമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ റയൻ കളഞ്ഞിട്ടാ. ഒരുപാട് സാധനങ്ങൾ റയൻ ഇങ്ങനെ കളയും. ഇനി മമ്മി അത് പോയി എടുത്ത് ഉപയോഗിക്കുമെന്നൊക്കെ പറയും. അങ്ങനെ ഏതായാലും ശരിക്കും തികഞ്ഞില്ല, എങ്കിലും ഒന്ന് പതിയെ തളിച്ചെടുത്ത് ആ ഒരു സോസ് ശരിക്കും കുറച്ചുകൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് റോൾ ചെയ്ത സമയത്ത് ഇത്തിരി സോസ് കൂടി വെച്ചിട്ട് അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഒരു തൃപ്തിയുള്ളൊരു ആഹാരമാണ് പനീർ റോള്. നല്ല ടേസ്റ്റുമാണ് പനീർ ഇഷ്ടമുള്ളവർക്ക്. പിന്നെ നല്ല ഹെവി ആയിട്ട് കിടക്കുകയും ചെയ്യും, പെട്ടെന്നൊന്നും വിശക്കൂല. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ രാവിലത്തെ കാര്യം അത് കഴിക്കാം. പിന്നെ വൈകുന്നേരം പപ്പക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അത് കഴിക്കാം, ഒരെണ്ണം കഴിക്കാം, അങ്ങനെയൊക്കെ. പിന്നെ ചെമ്മീൻ ഉള്ളത് എടുത്തിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഉലത്തിയെടുക്കണം. ചെമ്മീൻ ഉലത്തിയതും ഒരു മുട്ട പൊരിച്ചതും കൂടിയിട്ട് പപ്പക്ക് വെച്ചിട്ട് പോകാമെന്ന് വെച്ച്. വേറെ ചിക്കൻ കറി പപ്പ കഴിക്കൂലല്ലോ, ചിക്കൻ കറിയൊക്കെ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ചെമ്മീന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തത് കേട്ടോ. ഇത് സവാള കുറച്ചുകൂടി വലുതായിട്ടിരിക്കട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ അരിഞ്ഞെടുത്തത്. എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഒരു ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട്. കാരണം ഇത് റോജറൊക്കെ ഒന്നും ഇല്ലല്ലോ. റോജറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ പൊടികളൊന്നും ഇഷ്ടമല്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഇടാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പറയും, മമ്മി എന്തിനാണ് വേറെ പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ ടേസ്റ്റ് കളഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടെടുക്കണതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഇഷ്ടമില്ല, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ പപ്പക്ക് എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഇത്തിരി മുളക് പൊടി, പിന്നെ ഇതിനകത്തൊരിത്തിരി ഓട്ടുപുളിയുടെ ഒരു പീസും കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നല്ലൊരു പുളിയുള്ള ഒരു ടേസ്റ്റ് വരും കേട്ടോ. എങ്കിലും പേടിച്ചിട്ട് ഞാനതൊന്നും ചെയ്തില്ല. എനിക്കങ്ങനെയൊക്കെ ചെയ്യണത് ഇഷ്ടമാണ്. നേരത്തെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം പുളീൻ്റെ ഇടയിൽ ചേർത്ത് വെക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് പുളിയൊന്നുമില്ല. പിന്നെ അതേ ചോപ്പറിൻ്റെ പിന്നെ ഞാൻ എടുത്തേ ഈ ഒരു മുളകും 2 വലിയ ഉള്ളി തന്നെയാണ് കേട്ടോ, സവാള പോലെ ഇരിക്കുന്ന ഉള്ളിയാണ്. അതും കൂടി ഇട്ടിട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് ഇത് 2 കറക്കിയാൽ മതി. ഈ സംഭവം ആ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ല തരി പോലെ അതിനകത്ത് ചേർന്ന് മുട്ട നല്ല ബീറ്റായിട്ട് കിട്ടും കേട്ടോ. അടിപൊളിയാണ് സംഭവം. എനിക്ക് എത്ര തന്നെ ഭയങ്കര ഉപയോഗിച്ചാലും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്ന ഒരു സംഭവം. അപ്പോൾ അങ്ങനെ അതും ആക്കിയിട്ടാ. അതും 2 കാര്യങ്ങളും ചെയ്ത് വെച്ച് ചോറ് വരെ എടുത്ത് വെച്ചിട്ടാണ് പോയത്. കാരണം പപ്പയുടെ അടുത്ത് ചോറെടുത്ത് കഴിച്ചോന്ന് പറഞ്ഞാൽ പപ്പ കഴിക്കൂല, അതെനിക്കറിയാം. അഥവാ കഴിച്ചാൽ തന്നെയും പേര് ഞാൻ കഴിച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു തവി വല്ലതും എടുത്താലായി, അത്രയൊക്കെ ഉള്ളു. നമ്മൾ വെച്ച ചോറ് അവിടെ തന്നെ ഇരിക്കണം, കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും വിളമ്പി അവിടെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവരാരും കഴിക്കില്ല. അപ്പനോ അതെ മക്കളോ അതെ തന്നെയൊന്നും എടുത്ത് കഴിക്കില്ല. റയൻ മാത്രമാണ് ഒരുവിധം തന്നെ എടുത്ത് കഴിക്കണം. റോജറിൻ്റെ അടുത്ത് തന്നെ എടുത്ത് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റോജർ പപ്പട പോലെ തന്നെ പേരാക്കും, ഞാൻ കഴിച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവർ കഴിക്കില്ല. റിച്ചാർഡ് പിന്നെ അങ്ങനെ ഒരിക്കലും എടുത്ത് കഴിക്കില്ല. റിച്ചാർഡിന് എപ്പോഴും കൊടുക്കണം, അതാണ് റിച്ചാർഡിൻ്റെ സന്തോഷം. അല്ലെങ്കിൽ പറയും വന്നിട്ട് തന്നാൽ മതി, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഏതായാലും പോകുന്നതിന് മുമ്പ് 10 മണിക്ക് ഇറങ്ങണമെന്നാണ് പറഞ്ഞേക്കണത്. 10 മണിക്ക് ഇറങ്ങിയാലേ നമുക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് രാത്രിയായി പോയാലാ തിരിച്ചു വരാൻ എന്നുള്ളൊരു വിഷമം. അപ്പോൾ റൂബി കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയും വരുന്നുണ്ട് സാരി എടുക്കാൻ വേണ്ടിയിട്ട്, ഗിൽഡയുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഇത് ക്യാൻസൽ ചെയ്യാൻ അവൾക്ക് പാടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല,
അവളുടെ അടുത്ത് പപ്പയുണ്ട്, മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ തന്നെ അവളുടെ അസുഖം മാറിക്കഴിഞ്ഞ്. പിന്നെ ഇനി സാവധാനം ചെറിയ ഒരു ഇത് ഇങ്ങനെ മാറി കുഴപ്പമില്ല എന്ന് പറയും. എങ്കിലും ചേച്ചിക്കും ഭയങ്കര വിഷമമായിരുന്നു. ചേച്ചിക്കും റൂബിയുടെ കാര്യം എടുത്തിട്ട് ഭയങ്കര വിഷമമായിരുന്നു. ചേച്ചിയും അവിടെ ഇരുന്നിട്ട് ദൈവമേ അവൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ, അയ്യോ എങ്ങനെ സഹിക്കും, അങ്ങനെ ആണ് അവർക്ക് പോലും. അപ്പം നമ്മളുടെ കാര്യം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അതിനേലും എത്രയോ വിഷമം. സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡോഗ് മരിച്ചു പോയ കഥയൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്ന്. നല്ല രീതിയിൽ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ ചെയ്യിച്ച് ആ ഒരു കുഴപ്പം കൂടാതെ കൊണ്ടുപോയി തിരിച്ചൊക്കെ വരുമ്പോഴേക്കും മരിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സഹിക്കാനാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് റൂബിനെ നമ്മൾ വേറെ ഒരു സ്ഥലത്തും കാണിക്കാതെ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിച്ചത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അവൾ തിരിച്ചു വരുമോയെന്ന് എനിക്ക് തോന്നിയില്ല. പരിചയമില്ലാത്ത ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് ഇവളുടെ ഹിസ്റ്ററി അറിയാതെയൊക്കെ അവൾക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ അവർ കൊടുത്ത് അവൾ കൊന്നു കളയുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ ഒരു വിധത്തിൽ എത്തിച്ചത്. അപ്പോൾ നമ്മളുടെ സ്റ്റീമർ വെച്ചിട്ട് ഒന്ന് തേക്കേണ്ടി വന്നു. കാരണം നമ്മളുടെ തേപ്പ് പെട്ടി കുത്തുമ്പോഴത്തേക്കും ഇല്ലേ കറണ്ട് മൊത്തത്തിൽ ട്രിപ്പായി പോകണം. അപ്പോൾ അങ്ങനെ നമ്മുടെ തേപ്പ് പെട്ടിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കുത്തുമ്പോൾ തന്നെ കംപ്ലീറ്റ് കറണ്ട് പോണേ, ട്രിപ്പായി പോണേ. അപ്പോൾ അങ്ങനെ ഏതായാലും റയൻ അപ്പം തന്നെ ഓർക്കും കേട്ടോ. റയൻ പിന്നെ വേഗം ഈ സ്റ്റീമറിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നിരിക്കണമായിരുന്നു. അവൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അമ്മി, അത് വെച്ചിട്ട് തേക്കാമെന്ന് പറഞ്ഞ് വേഗം അത് നല്ല ക്ലീനായിട്ട് തേച്ചെടുത്തട്ടാ. അപ്പോൾ എനിക്കും തേക്കാനുണ്ടായിരുന്നു. പക്ഷേ ഈ തേപ്പൊട്ടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ തേച്ചില്ല. എൻ്റെ നല്ല ഡ്രസ്സെല്ലാം കഴുകി വെച്ചേക്കണോണ്ട് അത് ചുളുങ്ങിയിരിക്കണേന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി തേച്ച് നിന്ന് നേരം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇട്ടിട്ട് അവിടെ ഊരിയിട്ടിരുന്ന ഒരു ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും ഞാനും ഗിൽഡയും റയനും കൂടി ഊബർ വിളിച്ചിട്ടാണ് ആദ്യം വന്നത് ജയലക്ഷ്മിയിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ ജയലക്ഷ്മി കയറി ചില സാധനങ്ങളൊക്കെ ജയലക്ഷ്മിയിൽ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. അത് ജയലക്ഷ്മിയിൽ നിന്ന് എടുത്ത്. അപ്പോൾ എടുക്കുന്ന സാധനങ്ങളൊന്നും ഇപ്പം നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ കല്യാണത്തിന് ഉപയോഗിക്കാനുള്ളത്, മനസ്സമ്മത്തിന് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ, ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളത്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഷോപ്പിംഗ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒരിക്കലും ഞാൻ കാണിക്കൂല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ജയലക്ഷ്മിയിൽ നിന്ന് അത്യാവശ്യം, അപ്പോൾ ജയലക്ഷ്മിയിൽ വന്ന് 10:30 തന്നെ എത്തി കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ആരും ഇല്ല, അവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണേണ്. അങ്ങനെ അത്യാവശ്യം ചില സാധനങ്ങളെല്ലാം ജയലക്ഷ്മിയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേക്കണത് കേട്ടോ. പിന്നെ ചേച്ചിയുടെ അടുത്തൊക്കെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എല്ലാവരും കൂടിയിട്ടാണല്ലോ ഷോപ്പിംഗ് ചെയ്യണത്. അപ്പോൾ ചേച്ചിയൊക്കെ പുളിമൂട്ടിൽ 6 അവിടെ നമ്മുടെ അൽമറയിൽ വരാനായിട്ടാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അവർ അവിടെ വരും. ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് ആയിട്ട് നേരെ, കാരണം അവർക്ക് ഇവിടെ വരില്ല, ഇവിടെ നിന്ന് സാധനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ അവർ അൽമറയിൽ നിന്ന് എടുക്കണത്. അതുകൊണ്ട് അവിടേക്കാണ് നമ്മൾ ഇനി പോകാൻ പോണത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാരികളൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇവിടത്തത് വേണമെങ്കിൽ ഇവിടെ വന്ന് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വേറെ കടയിൽ കയറിയിട്ട് അവിടെ പോയി എടുക്കുക. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാരി ഷോപ്പിങ്ങിനൊക്കെ പോയേക്കണത് വളരെ വർഷങ്ങൾക്ക് മുൻപാണ്. ഇതുപോലെ നമ്മളുടെ കല്യാണ ആവശ്യങ്ങൾ അത് ഇതൊക്കെ വന്നേക്കണത് വർഷങ്ങൾക്ക് മുൻപാണ്. അല്ലാതെ ഇങ്ങനെ ഒരു ഷോപ്പിങ്ങിന് ഞാൻ വന്നിട്ടേ ഇല്ല. സാരി ഉടുക്കാത്തത് കൊണ്ടാണ്. പിന്നെയാണെങ്കിൽ ഞാൻ പുറത്ത് സാരി ഇങ്ങനെ വന്ന് മേടിക്കാതെ സെറ്റ് ചെയ്തെടുപ്പിക്കണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്ന് ഷോപ്പിംഗ് ചെയ്തിട്ടില്ല. ഈ കടകളൊന്നും എനിക്ക് യാതൊരു പരിചയമില്ല. ഈ അൽമറ എന്ന് പറഞ്ഞ കട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. അങ്ങനെ അവിടെ ചേച്ചിയൊക്കെ ആദ്യം ഞങ്ങൾ എത്തി, അത് കഴിഞ്ഞിട്ടാണ് ചേച്ചിക്ക് വന്നത്. അപ്പോൾ ഞാൻ ചോക്ലേറ്റൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചോക്ലേറ്റൊക്കെ കഴിച്ച് നിന്ന് കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്നൊന്നും വിശക്കില്ല. അതാണ് അങ്ങനെ ചോക്ലേറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുളിമൂട്ടിൽ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്ത് അതിനുശേഷം പിന്നെ ചേച്ചിയുടെ അവർ കാറിലല്ലേ വന്നേക്കണം. അപ്പോൾ ആ കാറിൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മുടെ കായസിൻ്റെ അവിടെ ചെന്നിട്ട് കുറച്ച് ഫുഡ്, ഫിഷ് ഫ്രൈയും BDF ബീഫ് ബിരിയാണി അങ്ങനത്തെയൊക്കെ കുറച്ച് ലെമൺ ജ്യൂസ് അങ്ങനത്തെയൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും പുളിമുട്ടിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള ഷോപ്പിംഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഗുഡ് വില്ലിലേക്ക് പോയിട്ടാണ് ഞാനും ഗിൽഡയും കൂടിയിട്ട്. ചേച്ചിയുടെ വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇടിവെട്ടും മഴയും, പോയ വഴിക്ക് നമ്മളുടെ കാറിൽ തേങ്ങ വീണ് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായിരുന്നു. എങ്കിലും നമ്മൾക്ക് കുഴപ്പം കൂടാതെ വീട്ടിലെത്തി. വീട്ടിൽ വന്നത് ആ കോരിച്ചൊരിയണ മഴയത്താണ് നമ്മൾ നനഞ്ഞാണ് ഇറങ്ങിയത് തന്നെ പുറത്തേക്ക്. അത്രയും വലിയ മഴയായിരുന്നു. പിന്നെ നമ്മളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര കാറ്റടിച്ചിട്ട് നമ്മളുടെ ടാങ്കിൻ്റെ മൂടിയെല്ലാം തെറിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മൂടിയെല്ലാം പപ്പ വേറെ മേടിച്ച് അതെല്ലാം ഇനി സെറ്റ് ചെയ്തെടുക്കണം.
പിന്നെ ഇത് ചന്ദ്രലേഖ അവിടുത്തെ സ്റ്റാഫ്, പിന്നെ ഒരു ഗീതു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, രണ്ടുപേരും കൂടി നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സർവീസാണ് അവിടെ, പറയാതിരിക്കാൻ പറ്റില്ല. വളരെയധികം നല്ല രീതിയിൽ ക്ഷമയോടുകൂടിയാണ് അവരെല്ലാ സാധനങ്ങളും നമുക്ക് കാണിച്ചൊക്കെ തരണത്. അപ്പോൾ ചന്ദ്രലേഖ തൃശ്ശൂരുള്ള കുട്ടിയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഗുഡ് വില്ലൊക്കെ വന്നതാണ് കേട്ടോ. അവിടുത്തെ എല്ലാ ഷോപ്പുകളിലും ഒന്ന് കയറി ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. അങ്ങനെയാണ് പേരും മഴ കോരിച്ചൊരിയണ മഴ ഇടിവിട്ട് അത് സമയത്ത് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഈ ടാങ്കിൻ്റെ മൂടി മേടിച്ച് വെച്ചേക്കണേണ്. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ മൂടി പറന്നു പോയതുകൊണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്